നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിക്കറ്റിനെ കുറിച്ചാണ്. ഏതൊരു സ്പോർട്ടിംഗ് ഇവൻറ്റ് പരിശോധിച്ചാലും അതിനൊക്കെ ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബോള്, ബാറ്റ്, അതുപോലെ തന്നെ സ്റ്റമ്പൊക്കെ ക്രിക്കറ്റിന് വളരെ അത്യാവശ്യമാണ്. അതിൽ തന്നെ സ്റ്റെമ്പ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ കളി കാണാൻ തുടങ്ങിയ കാലം തൊട്ട് സ്റ്റെമ്പുകളുടെ എണ്ണം 3 ശരിയല്ലേ? വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് സ്റ്റെമ്പുകളുടെ എണ്ണം 1 അല്ല 2 അല്ല അത് 3 എന്ന്? അതിൻ്റെ പിന്നിൽ ഒരു രസകരമായൊരു കഥയുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ. സ്റ്റെമ്പുകൾ എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 3 സ്റ്റെമ്പിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1755 ശേഷം മാത്രമാണ്. അതിന് കാരണക്കാരനായിരിക്കുന്നത് ലെംബി സ്റ്റീവൻസ് എന്ന് പറയുന്ന വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ബോളറാണ്. നമ്മൾ ക്രിക്കറ്റിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റ് ആരംഭിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യം ഇംഗ്ലണ്ടിലെ തെരുവുകളിലും വില്ലേജുകളിലും യുവാക്കൾ സമയം കളയാൻ വേണ്ടി കളിച്ച കളി പിന്നീട് വലിയ രീതിയിൽ ഇംഗ്ലണ്ട് മുഴുവൻ പോപ്പുലർ ആവുകയും അതിനുശേഷം വില്ലേജുകൾ തമ്മിലും അതുപോലെ തന്നെ ക്ലബ്ബുകൾ തമ്മിലും ടൂർണമെൻറ്റുകൾ ആരംഭിക്കുകയാണ്. കാശ് വെച്ചുള്ള ഈ ടൂർണമെൻറ്റുകൾക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ക്രിക്കറ്റിൽ ഒരു നിയമം എഴുതപ്പെടുന്നത്. ആ നിയമവും അന്നത്തെ ക്രിക്കറ്റും ഇന്നത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ഫോമുമായിട്ട് വളരെ ഡിഫറൻ്റ് ആയിരുന്നു. ഉദാഹരണത്തിന് സ്റ്റെമ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2 സ്റ്റെമ്പുകളും ഒരു ബൈലും അടങ്ങുന്നതായിരുന്നു അന്നത്തെ കാലത്തെ സ്റ്റെമ്പുകളുടെ ഒരു രൂപം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 3 സ്റ്റെമ്പിംഗ് സിസ്റ്റത്തിൻ്റെ കാരണമായിരിക്കുന്നത് ലെംബി സ്റ്റീവൻസ് എന്ന് പറയുന്ന ബോളർ, ജോൺ സ്മോൾ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ എറിഞ്ഞ 3 ബോളുകളാണ്. ആ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം തന്നെ ആരാണ് ലെംബി സ്റ്റീവൻസ്, ആരാണ് ജോൺ സ്മോൾ എന്ന് പറഞ്ഞുതരാം. ലെംബി സ്റ്റീവൻസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ വളരെ മികച്ചൊരു ബോളറാണ്. ഒരു ലെജൻഡറി ബോളറായിട്ടാണ് ഇപ്പോഴും അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത്. കാരണം അന്നത്തെ ക്രിക്കറ്റിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ബോളിംഗ് സ്റ്റൈൽ പോലും അണ്ടർ ആം ബോളിംഗ് ആയിരുന്നു. അന്നത്തെ കാലഘട്ടത്തെ ക്രിക്കറ്റിനെ ബാറ്റ്സ്മാൻസ് ഗെയിം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാരണം എല്ലാവരും ഒരേ രീതിയിലാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത്, ബാറ്റ്സ്മാൻ അടിക്കാൻ പാകത്തിന്. അങ്ങനെ കൂടുതൽ റൺസ് അടിക്കുന്ന ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ടീം വിജയിക്കുന്നതായിരുന്നു ആ കാലഘട്ടത്തെ ക്രിക്കറ്റിംഗ് ഗെയിം. അവിടെയാണ് ലെംബി സ്റ്റീവൻസ് വ്യത്യസ്തനാകുന്നത്. എല്ലാവരും ബാറ്റ്സ്മാനെ അടിക്കാൻ പാകത്തിന് എറിഞ്ഞു കൊടുക്കുമ്പോൾ ലെംബി സ്റ്റീവൻസ് താൻ എറിയുന്ന ബോൾ എവിടെ പിച്ച് ചെയ്യും, എങ്ങനെ ഉയർന്നു പോകും, ഏത് രീതിയിൽ ബൗൺസ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ലെങ്ത്തോടെ ബോൾ എറിയാൻ തുടങ്ങി. അത് ബാറ്റ്സ്മാൻമാരെ കുഴക്കാൻ തുടങ്ങി. കാരണം അത്ര നാളും ക്രിക്കറ്റിനെ ഒരു ബാറ്റ്സ്മാൻ ഗെയിമായി കണ്ടുകൊണ്ടിരുന്നവർക്ക് മുന്നിൽ വളരെ കൃത്യതയോടെ ബോൾ ചെയ്യുന്ന ലെംബി സ്റ്റീവൻസിനെയാണ് പിന്നീട് അവർ കണ്ടത്. അങ്ങനെ ബോളർമാർക്ക് പ്രാധാന്യമില്ലാത്ത ബാറ്റ്സ്മാൻമാരുടെ കളിയെ അദ്ദേഹം ബോളർമാരുടെ കൂടി കളിയാക്കി മാറ്റി. അങ്ങനെയാണ് ലെംബി സ്റ്റീവൻസ് ഒരു ലെജൻഡറി ബോളറായി മാറിയത്. ഇനി ആ പന്തുകൾ നേരിട്ട ജോൺ സ്മോളെ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹവും ഒരു ലെജൻഡറി ബാറ്റ്സ്മാൻ ആണ്. ആ കാലഘട്ടത്തിൽ വളരെ മികച്ച ബാറ്റ്സ്മാൻ. ലോക ക്രിക്കറ്റിലെ ആദ്യത്തെ റെക്കോർഡിക്കൽ സെഞ്ചുറി ജോൺ സ്മോളിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് ആ 3 സ്റ്റെമ്പിംഗ് സിസ്റ്റത്തിന് കാരണമായ ആ സംഭവം എന്താണെന്ന് നോക്കാം. 1755 5 ഓഫ് കെൻസ് അതുപോലെ തന്നെ 5 ഓഫ് ഹാംബിൾട്ടൺ എന്ന് പറയുന്ന 2 ക്ലബ്ബുകൾ തമ്മിലുള്ള ടൂർണമെൻറ്റിലായിരുന്നു ഇത് നടന്നത്. ലെംബി സ്റ്റീവൻസ് എന്ന് പറയുന്നത് 5 ഓഫ് കെൻസിൻ്റെ താരവും അതുപോലെ തന്നെ 5 ഓഫ് ഹാംബിൾട്ടൻ്റെ താരമായിരുന്നു ജോൺ സ്മോൾ എന്ന് പറയുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന 5 പേരടങ്ങിയ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു അത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ടൂർണമെൻറ്റിൻ്റെ അവസാന ദിവസം 5 ഓഫ് ഹാംബിൾട്ടൻ്റെ അവസാന വിക്കറ്റായിട്ടാണ് ജോൺ സ്മോൾ ക്രീസിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് നേടേണ്ടിയിരുന്നത് 17 റൺസായിരുന്നു. അതുവരെ വളരെ മികച്ച ഫോമിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലെംബി സ്റ്റീവൻസ്. അതുകൊണ്ട് തന്നെ മികച്ച ഫോമിൽ ബോൾ ചെയ്തുകൊണ്ടിരുന്ന ലെംബി സ്റ്റീവൻസിൻ്റെ ബോളുകൾ നേരിടുന്നതിൽ ജോൺ സ്മോളിന് വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ താൻ നേരിട്ട ലെംബി തന്നെ അദ്ദേഹത്തിൻ്റെ ബാറ്റിനെയും കടന്നുകൊണ്ട് ബോൾ സ്റ്റെമ്പുകൾക്കിടയിലൂടെ കടന്നുപോയി. പക്ഷേ വിക്കറ്റായില്ല. അത് ആ കാലഘട്ടത്തിൽ നടക്കുന്ന സ്വാഭാവികമായിരുന്നു, സ്റ്റെമ്പുകൾക്കിടയിലൂടെ ബോൾ കടന്നു പോകുക എന്നുള്ളത്. പക്ഷേ ഈ സംഭവം ഇവിടെ പ്രാധാന്യം അറിയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റിൽ ഇത്രയും വലിയ ക്ലബ്ബുകൾ തമ്മിൽ കളിക്കുമ്പോൾ അവസാന വിക്കറ്റിൽ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേപോലെ ലെംബി സ്റ്റീവൻസിന് നിർഭാഗ്യത്തെയാണ് പഴിച്ചത്. എന്നാൽ വീണ്ടും അങ്ങനെ തന്നെ സംഭവിച്ചു. വീണ്ടും ജോൺ സ്മോൾ ബോളിനെ മിസ് ജഡ്ജ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാറ്റിനെ കടന്നു വന്ന ബോൾ വീണ്ടും സ്റ്റെമ്പുകൾക്കിടയിലൂടെ കടന്നുപോയി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് മിസ് ജഡ്ജ് ചെയ്താൽ അത് വിക്കറ്റിൽ കലാശിക്കുമെന്ന്. ലെംബി സ്റ്റീവൻസും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. എന്നാൽ ഭാഗ്യം വീണ്ടും തുണച്ചത് ജോൺ സ്മോളിനെ ആയിരുന്നു. വീണ്ടും ബോൾ സ്റ്റെമ്പുകൾക്കിടയിലൂടെ കടന്നുപോയി, വിക്കറ്റായില്ല.
ഇങ്ങനെ 3 പ്രാവശ്യം ഭാഗ്യം തുണച്ചപ്പോൾ ജോൺ സ്മോൾ തൻ്റെ സ്വതസിദ്ധമായ ശൈലി വീണ്ടെടുക്കുകയും 17 റൺ നിഷ്പ്രയാസം നേടിയെടുക്കുകയും 5 ഓഫ് ഹാംബിൾഡൺ ആ ടൂർണമെൻറ്റിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം ലെംബി സ്റ്റീവൻസിനെ വളരെയധികം വിഷമിപ്പിച്ചു. അദ്ദേഹം പരസ്യമായി പ്രസ്താവന നടത്തി ഇങ്ങനെ സ്റ്റെമ്പുകൾക്കിടയിലൂടെ ബോൾ കടന്നുപോയാൽ അത് വിക്കറ്റായി കണക്കാക്കണമെന്ന്. അതിനുശേഷം ഒരുപാട് ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങൾ വന്നു. അങ്ങനെ ഈ വിഷയത്തിനൊരു പരിഹാരമായിട്ടാണ് 3ാമതൊരു സ്റ്റെമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. എന്നാൽ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3ാമത്തെ സ്റ്റെമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം പേര് ഇതിനെ പ്രതിഷേധിച്ചു. ആരായിരിക്കും നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ബാറ്റ്സ്മാൻമാരാണ്. അവർ പറഞ്ഞ കാരണം വളരെ രസകരമാണ്. ഞങ്ങൾക്ക് ബാറ്റ് ചെയ്യാനുള്ള സമയം കുറയും, കളിയുടെ ലെങ്ത് കുറയും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നാൽ നമുക്കിപ്പോൾ അറിയാം പിന്നീട് ക്രിക്കറ്റ് അംഗീകരിച്ചതും പിന്തുടർന്നു പോകുന്നതും 3 സ്റ്റെമ്പിംഗ് സിസ്റ്റമാണ്. സോ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ് ക്രിക്കറ്റിൽ 3 സ്റ്റെമ്പുകൾ ഉപയോഗിക്കുന്നതെന്നാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ലിങ്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.